ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മാംഗോ ട്രസ്ലെച്ചസ് മിൽക്ക് കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കേക്കാണിത്. ഇതുപോലെ തന്നെ പിസ്ത ട്രസ്ലെച്ചസ് മിൽക്ക് കേക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കാം. ഈ കേക്ക് ഞാൻ എഗ്ഗ്ലെസ് കേക്കായിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്കും ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ട മാവൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ മാവ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ മാവും 1/4 കപ്പ് മിൽക്ക് പൗഡറും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് വയ്ക്കാം. ഇതുപോലത്തെ അരിപ്പയിലായതുകൊണ്ട് ഇതുപോലെ ഒരു പ്രാവശ്യം അരിച്ച ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ അരിപ്പയിലാണെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഓയിലും ഷുഗർ പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഏതെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് മതി. ഞാൻ അമൂലിൻ്റെ മിഠായി മേറ്റാണ് എടുത്തത്. അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മാംഗോ എസൻസ് ആണ് ചേർക്കുന്നത്. ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആണ് ഞാൻ എടുത്തത്. അതൊരു 3/4 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. എസൻസിന് പകരം മാങ്ങ നന്നായിട്ട് മിക്സിയിലടിച്ച് ഒരു 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എസൻസ് ഒഴിക്കുന്നതേ ഉള്ളൂ. എസൻസ് ഒഴിച്ച ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഒരു 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഈ വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു സ്പാച്ചിൽ വെച്ച് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. നന്നായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് ഞാൻ നേരത്തെ തന്നെ ഒരു സ്ക്വയർ മോൾഡാണ് എടുത്തത്. അതിൽ ബട്ടർ പേപ്പർ ഓയിൽ പുരട്ടിയ ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് OTGയിലാണ് ചെയ്യുന്നത്. OTGയിലല്ലാതെ സ്റ്റൗവിൽ ചെയ്യുന്നവർക്ക് നേരത്തെ ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. സ്റ്റൗവിലാണെങ്കിൽ പാത്രം പ്രീഹീറ്റ് ചെയ്യണം. OTG ആണെങ്കിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലോ OTGയിലോ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 40 മിനിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും 35 മിനിറ്റായപ്പോൾ ഇത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയിലേക്ക് 1 കപ്പ് അളവിൽ മാങ്ങ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ, ഒരു 1/2 കപ്പ് എടുത്തില്ല, ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പാലും കൂടെ ഒഴിച്ചത് നന്നായിട്ട് ഇത് അരഞ്ഞു വരാനായിട്ടാണ് ഞാൻ പാലും കൂടെ ഒഴിച്ചത്. നന്നായിട്ട് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അമൂലിൻ്റെ മിഠായി മേറ്റ് ഒരു 1/2 കപ്പ് അതിലേക്ക് ഒഴിക്കാം. കേക്കിലേക്ക് വേണ്ട മിൽക്ക് റെഡിയാക്കാനാണിത്. മാങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അതും ഒരു 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ അതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് പാലണ്ണി ചേർക്കുന്നത് ഒരു 3/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അത് മാറ്റി വയ്ക്കാം. കേക്ക് ഒരു 35 മിനിറ്റ് ആയപ്പോൾ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് തണുത്ത ശേഷം ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തത്. ആ പാത്രത്തിൽ ഈ കേക്ക് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പാത്രത്തിൻ്റെ അളവിൽ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്ലാസിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാത്രം മതി. സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രങ്ങളോ ഏതായാലും മതി. അതിലേക്ക് കേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ പാലൊഴിക്കുമ്പോൾ നന്നായിട്ട് കേക്കിലങ്ങ് പിടിച്ചെടുക്കാനായിട്ടാണ് ഹോൾസ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാല് അതിലേക്ക് ഒഴിക്കാം. ഈ പാല് 3/4 ഭാഗവും ഈ കേക്കിൽ തന്നെ ഒഴിക്കണം. അതിനുശേഷം ബാക്കിയുള്ള പാല് നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. പാലുകൊണ്ട് കേക്ക് നല്ലപോലെ കുതിർന്ന് വരണം, അതുവരെ ഒഴിച്ചു കൊടുക്കണം. പാലിന് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് ഒന്നുകൂടെ ലൂസാക്കി എടുത്തിട്ട് വേണം ഒഴിക്കാൻ. എന്നിട്ടിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കേക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് വേറൊരു ബൗളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഹോൾസ് ഇട്ട് പാലൊഴിച്ചിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് മാങ്ങ നന്നായിട്ട് അരച്ചതും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കോൺഫ്ലോറിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോറിൽ 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ഇതുപോലെ കുറുകി വരുന്നത് വരെ ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മാംഗോ ക്രഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്നും കേക്ക് എടുത്ത ശേഷം ക്രഷ് ഒഴിക്കാം. മാംഗോ ക്രഷ് കുറച്ച് തണുത്തപ്പോൾ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടിയായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒഴിക്കാനൊന്നും പറ്റുന്നില്ല. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ വെച്ച ശേഷം ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ക്രഷ് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ക്രീം വെക്കണമെന്നൊന്നുമില്ല. ക്രീം വയ്ക്കാൻ ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ക്രഷ് ഒഴിച്ച ശേഷം നന്നായിട്ട് തണുപ്പിച്ച് കഴിച്ചാലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ക്രീം കൂടെ ചെയ്തിട്ട് ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഭംഗിക്കും കൂടെയാണ് ഇതുപോലെ ചെയ്തത്. മുഴുവനും ഇതുപോലെ ക്രീം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് മാംഗോ കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെച്ച് നല്ലപോലെ തണുത്ത ശേഷം കഴിക്കും. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച ശേഷം മിൽക്ക് മുകളിൽ നന്നായിട്ട് ഒഴിച്ച ശേഷം വേണം കഴിക്കാനായിട്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ലൊരു കേക്കാണിത്. ഇതുപോലെ മുകളിലായിട്ട് നിറയെ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാം. ഇതാക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ